ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഡേ 6 പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ള ഒരു ടെൻസ് ആയതുകൊണ്ടാണ് പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ ടെൻസിൽ മനസ്സിലാക്കിയിരിക്കേണ്ട 2 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ്, ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റ് ടെൻസിൽ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആവുകയും അതിൻ്റെ ഒരു കണക്ഷൻ പ്രസന്റ് മൊമെന്റിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, കംപ്ലീറ്റഡ് ആയ ആക്ഷൻ ഏത് സമയത്ത് കഴിഞ്ഞു എന്ന് കൃത്യമായി ഇവിടെ പറയേണ്ടതില്ല. ഇനി വരുന്ന എക്സാമ്പിൾസിലൂടെ ഒന്നുകൂടി മനസ്സിലാക്കാം. പാർട്ട് 1-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കാം. പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ എല്ലാം സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കിയ ശേഷം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലെസൺ. പോസിറ്റീവ് സെൻറ്റൻസിൽ ഓർത്തിരിക്കേണ്ട സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ പേരെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഹാവ് ആണ് സബ്ജക്റ്റിന് ശേഷം വരേണ്ടത്. എന്നാൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ് ഇങ്ങനെയാണെങ്കിൽ ഹാസ് ആണ് അതിനുശേഷം വരേണ്ടത്. എന്നാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് പറയുന്നതെങ്കിൽ ഹാവ് ഓർ ഹാസ്, അതിനുശേഷം നോട്ട് ചേർക്കുക, അതിനുശേഷം V3 ഫോം ഓഫ് ദ വെർബ് ആഡ് ചെയ്യുക. എന്താണ് V3 ഫോം എന്ന് അറിയാത്തവർക്കായി ഡേ 3-ൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്, അതിൽ ചെന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് സെൻറ്റൻസ്, ഐ ഹാവ് ഗോൺ ടു ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. ടു ബാംഗ്ലൂർ, ബാംഗ്ലൂരിലേക്ക്. ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്. ഇതിൽ നോക്കൂ, സബ്ജക്റ്റ് ഐ, അതിനുശേഷം ഹാവ്, അതിനുശേഷം ഗോൺ, V3 ഫോമാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബാംഗ്ലൂരിൽ പോയി എന്നത് പാസ്റ്റിൽ കഴിഞ്ഞൊരു ആക്ഷനാണ്. എന്നാൽ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് എന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത് പ്രസൻറ്റ് മൊമെന്റിലാണ്. എന്നാൽ എപ്പോൾ പോയി എന്ന് കൃത്യമായ സമയം ഇവിടെ പറയേണ്ടതില്ല. നെഗറ്റീവ് സെൻറ്റൻസ്, ഐ ഹാവൻറ്റ് ഗോൺ ടു ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടില്ല. ഇങ്ങനെ പറയുമ്പോൾ ഹാവിന് ശേഷം ഒരു നോട്ട് ചേർക്കുക. ഹാവൻറ്റ് ഗോൺ ടു ബാംഗ്ലൂർ എന്നും പറയാം. ഹാവ് നോട്ട് എന്നതിൻ്റെ കൺട്രാക്ഷനാണ് ഹാവിൻറ്റ് എന്നത്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഹാവ് എന്നുള്ളത് ആദ്യം വരണം. ഹാവ് യു ഗോൺ ടു ബാംഗ്ലൂർ? നിങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ? എന്നാൽ ബാംഗ്ലൂർ പോയിട്ടില്ലേ എന്ന് നെഗറ്റീവായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഹാവ് യു നോട്ട് ഗോൺ ടു ബാംഗ്ലൂർ എന്ന് ചോദിക്കാം. ഹാവിൻറ്റ് യു ഗോൺ ടു ബാംഗ്ലൂർ ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയൊക്കെ സെൻറ്റൻസ് ചോദിക്കാം, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പ്രാക്ടീസ് സെഷനാണ്. ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റാണ് ആദ്യം വരേണ്ടത്. ഞാൻ, ഐ. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഹാവ് ആണ് അതിനുശേഷം വരേണ്ടത്. അതിനുശേഷം വെർബ് പൂർത്തിയാക്കുക. പൂർത്തിയാക്കി എന്നുള്ളത് കൊണ്ട് ഫിനിഷ്ഡ് എന്നാണ് ഇവിടെ പറയേണ്ടത്. ആരുടെ ഹോംവർക്ക്? എൻ്റെ ഹോംവർക്ക് അല്ലേ? മൈ ഹോംവർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഈ സെൻറ്റൻസിൽ ഹോംവർക്ക് പൂർത്തിയാക്കി എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ ഒരു ആക്ഷനാണ്. പക്ഷെ എപ്പോൾ പൂർത്തിയാക്കി എന്നിവിടെ പറയേണ്ടതില്ല. അതായത് സിറ്റുവേഷൻ, ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ വരികയാണ്, അപ്പോൾ കുട്ടികളോട് ചോദിക്കുകയാണ് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ, എപ്പോൾ ചെയ്തു കഴിഞ്ഞോ എന്നിവിടെ ടീച്ചർ ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് മാത്രം പറയേണ്ടതുള്ളൂ. ടീച്ചർ ചോദിക്കുന്നത് എപ്പോഴാണ്? പ്രസൻറ്റ് മൊമെന്റിലാണ്. അപ്പോൾ ഇങ്ങനെ പറയാം, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്ന്. ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല എന്നങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയാം, ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. എന്നാൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഹാവ് എന്നുള്ളത് ആദ്യം പറഞ്ഞു തുടങ്ങണം. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? നീ നിൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയോ? നീ നിൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ലേ എന്ന് നെഗറ്റീവായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? എന്നാൽ നോട്ട് എന്നാണ് ചേർക്കുന്നതെങ്കിൽ ഹാവ് യു നോട്ട് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റിന് ശേഷമാണ് നോട്ട് ആഡ് ചെയ്യുന്നത്. ഈ കാര്യം ഓർത്ത് വെക്കുക. ഇനി സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത് എന്ന് നോക്കാം. അവൻ അവൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്. അവൻ അവൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല. നെഗറ്റീവ് സെൻറ്റൻസ് ഇങ്ങനെ പറയാം, ഹി ഹാസിൻറ്റ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്.
അവൻ അവൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഹാസ് ഹീ ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്. ഹാസ് എന്നുള്ളത് ആദ്യം വന്നു. നെക്സ്റ്റ് അവൻ അവൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ലേ എന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹാസൻറ്റ് ഹീ ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് എന്ന് ചോദിക്കാം. ഈ സെൻറ്റൻസിലെല്ലാം വ്യത്യാസം ഒന്നേ ഉള്ളൂ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാവിൻ്റെ സ്ഥാനത്ത് ഹാസ് ഉപയോഗിച്ച് സംസാരിക്കണം. അവൾ മുറി വൃത്തിയാക്കി. ഈ ഒരു സെൻറ്റൻസ് കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സബ്ജക്റ്റായി വന്നിരിക്കുന്നത് അവൾ ആയതുകൊണ്ട് ഷീ. അപ്പോൾ ഹാവ് ആണോ ഹാസ് ആണോ? ഹാസ്. വേർബ് വൃത്തിയാക്കി എന്നതാണ് ഇവിടെ വേർബ്. സോ ക്ലീൻഡ് എന്ന് പറയാം. എന്താണ് വൃത്തിയാക്കിയത്? ദ റൂം. ഈ സെൻറ്റൻസ് കാണുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം ഒരു ആക്ഷൻ പാസ്റ്റ് ടെൻസിൽ ചെയ്ത് കഴിഞ്ഞ കാര്യമല്ലേ, അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ പോരെ എന്ന്. പക്ഷേ ഇവിടെ ഹാസ് എന്ന് ഉപയോഗിക്കാൻ കാരണം ഇപ്പോഴും, അതായത് പ്രസൻറ്റ് മൊമെൻറ്റിലും റൂം വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് പാസ്റ്റ് ടെൻസിൽ ചെയ്ത് കഴിഞ്ഞ ഒരു ആക്ഷൻ്റെ എഫക്റ്റ് പ്രസൻറ്റ് ടെൻസിലും ഉണ്ടാകുമ്പോഴാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല പാസ്റ്റ് ആക്ഷൻ എപ്പോൾ കഴിഞ്ഞു എന്നുള്ള ഒരു എക്സാക്റ്റ് ടൈം ഇവിടെ പറയേണ്ടതില്ല. ഇനി ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ഷീ ഹാസ് ക്ലീൻഡ് ദ റൂം. നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഷീ ഹാസൻറ്റ് ക്ലീൻഡ് ദ റൂം. അവൾ മുറി വൃത്തിയാക്കിയിട്ടില്ല. അവൾ മുറി വൃത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴോ ഹാസ് ഷീ ക്ലീൻഡ് ദ റൂം. അപ്പോൾ ഹാസ് എന്നുള്ളത് ആദ്യം പറഞ്ഞു തുടങ്ങണം. ഹാസ് ഷീ ക്ലീൻഡ് ദ റൂം എന്ന് ചോദിക്കാം. ഇനി ലാസ്റ്റ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ നോക്കാം. അവൾ മുറി വൃത്തിയാക്കിയിട്ടില്ലേ? ഹാസൻറ്റ് ഷീ ക്ലീൻഡ് ദ റൂം എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡേ 6 ലെസൺ പാർട്ട് 1 നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ ഫ്രീ ആയി ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. കാരണം വീഡിയോ കാണുന്ന കൂടുതൽ പേരും അഭിപ്രായം ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഹാപ്പിനെസ് അത് വളരെ വലുതാണ്. പാർട്ട് 2 വീഡിയോ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ ടെൻസ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.